ശ്രീ CMA നായർ, ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ തന്നെ നേട്ടമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അതിൽ സാമ്പത്തികപരമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു നേട്ടം, ആ ഒരു ചിത്രം അതെങ്ങനെയായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ? അതെ, ഈ വ്യാപാര കരാറിനെ പറ്റി നമ്മൾ ഇന്ന് കാണുമ്പോൾ ഒരു 15-20 കൊല്ലത്തിന് മുമ്പുള്ള ആ ഒരു മാനസികാവസ്ഥ വെച്ച് കാണാൻ പറ്റുകയില്ല. ആഗോളവൽക്കരണത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളിൽ നിന്നും എങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നോ ആ ഒരു ലോജിക്കിൽ നിന്ന് മാറി ഇന്ന് ആഗോളവൽക്കരണം എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയി മാറുകയും അതിനകത്ത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സാഹചര്യം വരികയും ചെയ്യുകയാണ് ആവശ്യം എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു പോയിൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണം നമ്മളിത് കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ ബ്രിട്ടനും ഇന്ത്യയും രണ്ട് രാജ്യങ്ങളും നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻ്റെ GDP ഇപ്പോൾ ഇന്ത്യയുടെ GDPയുടെ 60% മറ്റേ ഉള്ളൂ. അപ്പോൾ ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ നോക്കുകയാണെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങൾക്കും വളരെ വലുതായ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണങ്ങൾ പലതാണ്. ഈ ഇന്ത്യയുടെ ഡെഫിസിറ്റിൻ്റെ കാരണം പ്രധാനമായിട്ടും ചൈനയിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബ്രിട്ടൻ്റെ ഡെഫിസിറ്റിൻ്റെ കാര്യങ്ങൾ പ്രധാനമായിട്ടും യൂറോപ്പിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഏതാണ്ട് 900 ബില്യൺ ആണ് ടോട്ടൽ വോള്യൂം ഓഫ് ട്രേഡ്. അതിനകത്ത് രണ്ട് കൂട്ടടി ആൾമോസ്റ്റ് ദാറ്റ് ഈസ് അതിനകത്ത് ഒരു 100 ബില്യൺ ഡോളേഴ്സിൻ്റെ സ്റ്റെർലിംഗ് പൗണ്ടിൻ്റെ ഡെഫിസിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് വരുന്നു എന്ന് നാം ആലോചിക്കുമ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ആ കിട്ടുന്ന സാധനങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ആ കിട്ടുന്ന സാധനങ്ങൾക്ക് വില കുറവായതുകൊണ്ടാണ്. അപ്പോൾ ആ സാധനങ്ങൾ വിലക്കുറവായ സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇനിയും വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ആ സാധനങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളോ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താകും? അങ്ങനെ വില കുറഞ്ഞു വരികയാണെങ്കിൽ അതുമായിട്ട് നമുക്ക് കമ്പീറ്റ് ചെയ്യാനായിട്ടൊരു അവസ്ഥ നമുക്കുണ്ടോ? ആ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? സാധാരണഗതിയിൽ ഈ തീരുവ നമ്മളെ സാധാരണ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തെ അതിനകത്ത് തീരുവയുടെ പ്രധാന ലോജിക്ക് ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളെ അത് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ വേണം അത് വരണമെന്നുള്ളതുകൊണ്ട് ചില രാജ്യങ്ങളിൽ അത് ഒരു റവന്യൂ ആയിട്ടും എടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അത് എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എന്തായാലും ലോക്കലായിട്ടുള്ള ഇൻഡസ്ട്രിയെ എങ്ങനെ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് അഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ബ്രിട്ടൻ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്? നമുക്ക് ബ്രിട്ടൻ ഇങ്ങോട്ടേക്ക് അയക്കുന്നതിൽ മെറ്റൽ ഐറ്റംസ് ഉണ്ട്, ഓട്ടോമൊബൈൽസ് ഉണ്ട്, ചില മെഷീനറി ഉണ്ട്. ഇത് ഓട്ടോമൊബൈൽസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 150% നിന്നും 150% നിന്നും 75% നിന്നും 40% മാറും എന്നാണ് ഈ എഗ്രിമെൻറ്റിനകത്ത് വരുന്നത്. ആ ഓട്ടോമൊബൈൽസ് ഈ രീതിയിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഓട്ടോമൊബൈൽ ഒരു കാര്യം എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ അത് അഫക്റ്റ് ചെയ്യുമോ? ലോജിക്കലി പറയുകയാണെങ്കിൽ അഫക്റ്റ് ചെയ്യുമെന്ന് വേണം പറയാൻ. പക്ഷേ പ്രാക്ടിക്കലി അത് അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ആ ലക്ഷറി ബ്രാൻഡ് ഐറ്റംസ് ഇവിടെ എന്ത് വില കൊടുത്തും വാങ്ങിക്കാൻ തയ്യാറുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ മാർക്കറ്റല്ല ഇന്ത്യയിലെ ബാക്കിയുള്ള ഇവിടുത്തെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറർ പ്രധാനപ്പെട്ട മാർക്കറ്റ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ടാറ്റയ്ക്കാണ് വരാൻ പോകുന്നത്. ദാറ്റ് ഈസ് ജാഗ്വാർ അതുപോലുള്ള വെഹിക്കിൾസാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ അത് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയെ അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരമായിട്ട് ചെയ്യുകയില്ല എന്നിവിടെ പറയാനായിട്ട്. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ കാര്യം നമ്മൾ വളരെയധികം ഇപ്പോൾ പറയുന്നത് രണ്ട് സൈഡിൽ നിന്നും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷേ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം ലോകത്തെ എല്ലാ രാജ്യങ്ങളും ബ്രിട്ടൻ, ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഹെവിലി സബ്സിഡൈസ്ഡ് പ്രോഡക്ട്സാണ്. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ മെക്കാനിസത്തെ കംപ്ലീറ്റായിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ സബ്സിഡി എന്ന് പറയുന്നത്.
അപ്പോൾ ആ സബ്സിഡി ഇരിക്കുന്നിടത്തോളം കാലം ഈ വിൽക്കാനായിട്ടുള്ള പ്രൈസും റിയൽ കോസ്റ്റുമായിട്ട് ഉള്ള വ്യത്യാസം വളരെയധികം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഈ കരാറുകൾ വെച്ച് നോക്കുമ്പോൾ, അപ്പം ബ്രിട്ടനിൽ നിന്ന് സ്കോച്ച് വിസ്കി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്കോച്ച് വിസ്കിക്ക് എന്ത് വില കൊടുത്ത് വാങ്ങിക്കാനും തയ്യാറുള്ള ആൾക്കാർ. പക്ഷേ ഇന്ത്യയിൽ ഇന്ന് സ്കോച്ച് വിസ്കിയേക്കാളും വില കൂടിയ വിസ്കികൾ ഉണ്ടാക്കുന്നത് അത് വാങ്ങിക്കാൻ ആൾക്കാർ നോക്കുന്നൊരു വേറെയുമുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ ബാക്കിയുള്ള പ്രോഡക്ട്സിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഫാം പ്രോഡക്ട്സിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുന്ന അവസരത്തിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കണ്ടുവേണം നമ്മൾ കാണാനായിട്ട്. അതായത് ബ്രിട്ടൻ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പല പ്രോഡക്ട്സും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് അവർക്ക് അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് കിട്ടും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. കിട്ടുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു കാൽക്കുലേഷൻ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇന്ത്യയുടെ കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായിട്ട് ഇന്ത്യയിലെ ഒരു ഫാർമറിൻ്റെ ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ ഒരു മാർക്കറ്റിംഗ് പ്രോസസ്സിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. അതായത് ഒരു ഫാർമർ അങ്ങേർക്ക് ഡയറക്റ്റായിട്ട് മാർക്കറ്റ് ആക്സസ് കിട്ടാനായിട്ടുള്ള ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം, അതിൻ്റെ പുറകിലായിട്ട് മറ്റു പലതുമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു ഡയറക്റ്റായിട്ട് ഒരു ഫാർമർക്ക് ഡയറക്റ്റായിട്ട് ഒരു ആക്സസ് ടു ദ വേൾഡ് മാർക്കറ്റ് വരാനായിട്ട് ഇത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.